ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് JP Morgan Chaseനെ കുറിച്ചാണ്. JP Morgan Chase ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒരു ബാങ്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നു. എനിവേസ് JP Morgan Chase അവരുടെ ആദ്യത്തെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്തി. ഇത് വെറും ഒരു ട്രാൻസാക്ഷൻ അല്ല, ഇത് ടോക്കണൈസേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഷറി ബോണ്ടിനെ ടോക്കണൈസ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ JP Morganന്റെ പ്രൈവറ്റ് ലെജറിൽ അവർ ഡിജിറ്റൽ ഫണ്ട് എടുത്തു വെച്ചു. എന്നിട്ട് ഒരു മിഡിൽ വെയർ വേണമല്ലോ, എന്തിന്? രണ്ട് ബ്ലോക്ക് ചെയിൻ തമ്മിൽ സംസാരിക്കാൻ, മീൻസ് രണ്ട് ബ്ലോക്ക് ചെയിൻ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ, ഇന്ററോപ്പറബിലിറ്റി ലെയർ എന്ന് പറയും. മീൻസ് രണ്ട് ബ്ലോക്ക് ചെയിൻ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വേണമെങ്കിൽ ഒരു മിഡിൽ വെയർ വേണം. ആ മിഡിൽ വെയറിന്റെ പേരാണ് ചെയിൻ ലിങ്ക്. അവരുടെ CCIP, ക്രോസ് ചെയിൻ ഇന്ററോപ്പറബിലിറ്റി പ്രോട്ടോകോൾ. ഈ CCIP അല്ലെങ്കിൽ ചെയിൻ ലിങ്ക് ആണ് നിശ്ചയിക്കുക, ഗവേൺ ചെയ്യുക ടോക്കണൈസേഷൻ പ്രോസസ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് ഉപയോഗിച്ചിട്ട് ഇവര് ചെയിൻ ലിങ്ക് ചെക്ക് ചെയ്യണം. ചെയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറാക്കിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റയിൽ, മീൻസ് ഈ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൽ നിന്നും പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഡാറ്റ അവർ ചെക്ക് ചെയ്യും. ഈ മിഡിൽ വെയറിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് ആണ് അത്. ഈ ബ്ലോക്ക് ചെയിനിൽ ഇൻബിൽഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്സുകളാണ്. ഈ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഈ കോൺട്രാക്റ്റുകൾ ചെക്ക് ചെയ്യും ബേസിക്കലി ഇത് സത്യമാണ്. ചെയിൻ ലിങ്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യും ബേസിക്കലി ഈ രണ്ട് ഡാറ്റയിൽ, മീൻസ് രണ്ട് ഇൻഫോർമേഷൻ ഫ്ലോ കറക്റ്റ് ആണോ എന്ന് മനസ്സിലായോ, ഈ രണ്ട് കണ്ടീഷൻസ് സെയിം ആണോ എന്ന്. ഇവർ ചെയ്തെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ DVP മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആറ്റോമിക് DVP എന്നാണ് ചെയിൻ ലിങ്ക് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. എല്ലാതരം മൈന്യൂട്ട് കണ്ടീഷൻസും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൽ നിൽക്കുന്നതും ഡിജിറ്റൽ ഫണ്ട് എല്ലാ ഫണ്ടും ഉണ്ട് എന്നില്ലേ അവര് നിശ്ചയിക്കും. മീൻസ് കണ്ടീഷൻ നോക്കും. എന്നിട്ട് മാത്രം അവര് പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ അവർ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അറ്റ് ദ സെയിം ടൈം സൈമിൾട്ടേനിയസ്ലി നടക്കുക. മനസ്സിലായ? ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവില്ല, ടൈം ഡിലേ ഉണ്ടാവില്ല. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടിക്ക് സെറ്റിൽ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫണ്ടിന് തുല്യമായിട്ടുള്ള ട്രഷറി ബോണ്ട്, മീൻസ് ട്രഷറി ബോണ്ട് ഉണ്ട്, ആ ട്രഷറി ബോണ്ടിന് തുല്യമായിട്ടുള്ള ഡിജിറ്റൽ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ പബ്ലിക് ബ്ലോക്ക് ചെയിന്റെ പേര് ഓണ്ടു എന്നാണ്. അതിന്റെ മുകളിൽ US ട്രഷറി ബോണ്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം US ട്രഷറി ബോണ്ട്, ഓണ്ടു ഷോർട്ട് ടേം US ട്രഷറി ബോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായി? അപ്പൊ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സെറ്റിലായി ബേസിക്കലി. എന്നിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇത് ഈ ട്രഷറി ബോണ്ട്. അങ്ങനെയാണ് അവർ ടോക്കണൈസ് ചെയ്തേക്കുന്നത്. ഇത് ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ടോക്കൺസ് വെച്ചിട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ പല ടോക്കണുകളില്ലേ, ടോക്കൺ OUSG എന്നാ പറയുന്നത്, മീൻസ് ടോക്കണിന്റെ പേര് ഓണ്ടുടെ ടോക്കൺ ആയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷനിലാണ്. അപ്പൊ നമുക്ക് കുറെ തരം ടോക്കൺസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് US ട്രഷറി ബോണ്ട്. അവിടെ ഫിസിക്കലി ട്രഷറി ബോണ്ട് അല്ല, സർട്ടിഫിക്കേഷൻ അല്ല, ഞാൻ പറഞ്ഞ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ, മീൻസ് ടോക്കണൈസ്ഡ് ഫോം ഓഫ് ട്രഷറി ബോണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ബേസിക്കലി. അപ്പം ഈ OUSG ടോക്കൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ടോക്കൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടോക്കൺസുകൾ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഡയറക്റ്റ് റെപ്രസെന്റേഷൻ വന്നു ബേസിക്കലി ട്രഷറി ബോണ്ട് ആയിട്ട്. അങ്ങനെയാണ് ഒരു ടോക്കണൈസ് ചെയ്തേക്കുന്നത് ഈ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഈ ട്രഷറി ബോണ്ട്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ ഈ ഓണ്ടുവിന് വേണമെങ്കിൽ എതേറിയത്തിലും അങ്ങനെ എല്ലായിടത്തും ഈ ടോക്കണൈസേഷൻ പ്രോസസ്സ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് ബേസിക്കലി. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ന്യൂസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ന്യൂസ്. കാരണം പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് മിക്കവർക്കൊന്നും അറിയണ്ടാവില്ല, ഇതിനെ കുറിച്ച് അവർ ചിന്തിക്കണ്ടാവില്ല. പക്ഷെ അറിയണവരും അവര് പണ്ടത്തെ രീതിയിലേ പറയുള്ളൂ, മീൻസ് ഡിജിറ്റൽ ആയിട്ടുള്ള, മീൻസ് ടോക്കണൈസ്ഡ് ഫോം ഒക്കെ അവർ ചിന്തിക്കും കൂടി ഇല്ല. പിന്നെ ക്രിപ്റ്റോയുടെ കാര്യം തന്നെ ആൾക്കാർക്ക് താല്പര്യം തന്നെ ഉണ്ടായില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, വലിയ ബാങ്കുകൾ JP Morgan Chase ഒക്കെ എൻ്റർ ചെയ്യണം ഇതില്. ഇനി കുറച്ച് സമയത്തിന് ശേഷം, മീൻസ് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബാങ്കുകളും ഇത് എടുത്തേ പറ്റൂ. കാരണം വെച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ട്രഷറി ബോണ്ടൊക്കെ ടോക്കണൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷണലായിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചീപ്പായിട്ട് നമുക്ക് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഈ ബോണ്ടുകൾ വാങ്ങാം. മീൻസ് മറ്റേ ബാങ്കിങ്ങിന്റെ ട്രഡീഷണൽ ബാങ്കിന്റെ ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട. പെട്ടെന്ന് നീക്കാം ബേസിക്കലി. ടോക്കൺസ് അല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടി ചീപ്പാണ്. പിന്നെ 24/7 സെറ്റിൽമെന്റ്, മീൻസ് ട്രാൻസാക്ഷൻ 24/7. മനസ്സിലായി? പിന്നെ സ്കെയിലബിൾ ആയിരിക്കും, നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റാം ബേസിക്കലി. നമ്മുടെ വാലിറ്റിക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതൊക്കെ പണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മനസ്സിലായോ? പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ട്രഷറി ബോണ്ടിന്റെ ഇല്ലേ, മീൻസ് എല്ലാവർക്കും കയറാൻ പറ്റില്ല. മീൻസ് കുറച്ച് കൂട്ടം ആൾക്കാർക്ക് മാത്രമേ ഈ ബോണ്ടൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കോസ്റ്റ് കൂടുതലായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷണലൈസ് ചെയ്തപ്പോ നമുക്ക് ടോക്കൺസ് ഒക്കെ ആയിട്ടില്ലേ നമുക്ക് മാറ്റിയ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പിന്നെ ചീപ്പുമാണ് ബ്ലോക്ക് ചെയിൻ വഴി. മനസ്സിലായി? അപ്പൊ ഭയങ്കര ചീപ്പായി തുടങ്ങിയിട്ട്. മീൻസ് ട്രഡീഷണൽ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഇതിലേക്ക് മാറ്റി, മനസ്സിലായി, നമുക്ക് നമ്മുടെ വാലിറ്റിക്കൊക്കെ മാറ്റി നമുക്ക് ചില്ല് ചെയ്തിരിക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, മീൻസ് ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയണല്ലോ ഇത്ര ഇൻട്രസ്റ്റ് തരുന്നത്, അതൊക്കെ നമുക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാം. മനസ്സിലായി?
അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ പണ്ട് കാലത്തെക്കാട്ടും എത്ര കണ്ട് വളരെ സുഖകരമായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? സ്പീഡ് നോക്ക്, ഭയങ്കര സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത് ഒരു തുടക്കമാണ് ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫാസ്റ്റിലേക്ക് കയറാൻ പോണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് RWA മീൻസ് റിയൽ വേൾഡ് ആസറ്റ്സ് മുന്നേ ടോക്കണൈസ് ചെയ്തല്ലോ. ലാൻഡ്, നമ്മൾ കാണുന്ന സാധനങ്ങൾ ഒക്കെ ടോക്കണൈസ്ഡ് ഫോമിലേക്ക് മാറ്റാണ്. മീൻസ് ഗോൾഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് അടിയിൽ ഇത്ര അധികം മീൻസ് ഗോൾഡ് ഉണ്ടെന്ന് നോക്കി. ബേസിക്കലി ഇത്ര ടണ്ണ് ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗ്രാം ഗോൾഡ് ഉണ്ട്, ഇത്ര പവൻ ഗോൾഡ് ഉണ്ടെന്ന് ചിന്തിക്കും ബേസിക്കലി. അപ്പൊ ഈ ഗോൾഡിന് തുല്യമായിട്ടുള്ള മീൻസ് നമ്മൾ ഗോൾഡ് മണ്ണിൽ നിന്ന് എടുക്കണ്ട, പ്രോസസ്സിങ് ഒന്നും വേണ്ട ബേസിക്കലി. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഇതൊന്നും ചെയ്യണ്ട, നമുക്ക് അളവ് അറിഞ്ഞാൽ മതി. അളവ് അറിയുകയാണെങ്കിൽ അതിന്റെ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ബേസിക്കലി നമ്മൾ പബ്ലിക് ബ്ലോക്ക് ചെയിനിലേക്ക്, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിലേക്ക് നമ്മൾ മാറ്റണം. ബേസിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഡിജിറ്റൽ ഫണ്ട് ഉണ്ടായാൽ മതി. മനസ്സിലായോ? നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണ്ട ഗോൾഡ്. അതിന് ഫണ്ടിന് തുല്യമായിട്ടുള്ള ഗോൾഡ് നമുക്ക് പബ്ലിക് ബ്ലോക്ക് ചെയിനിലേക്ക്, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിലേക്ക് എടുത്തു വെക്കുക. അപ്പൊ ഈ എക്സ്ട്രാക്ഷൻ കോസ്റ്റ് ഒക്കെ ഇല്ലേ, പിന്നെയും ഭയങ്കര ഈ എക്സ്ട്രാക്ഷൻ കോസ്റ്റ് ഒക്കെ പോയി. മനസ്സിലായോ? മീൻസ് നമുക്ക് എത്ര ഗോൾഡാന്ന് അറിഞ്ഞാൽ മതി. എന്തിനാ വെറുതെ ഗോൾഡ് അടിയിൽ നിർത്തില്ല? ഗോൾഡ് അടിയിൽ നിർക്കുന്നത് ആഭരണങ്ങളായിട്ടൊക്കെ ഇടാനൊക്കെയാണ് ബേസിക്കലി. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മള് ഗോൾഡ് വാങ്ങി വെക്കുന്നത് സൈക്കോളജിക്കൽ എഫക്ട്സ് കാരണം കൊണ്ടാണ്. അതിന് സപ്ലൈ, ഡിമാൻഡ്, സ്കാർസിറ്റി അതൊക്കെ കാരണം കൊണ്ടാണ് ബേസിക്കലി. അപ്പൊ നമ്മൾക്ക് എത്ര ഗോൾഡ് അടിയിലുണ്ടെന്ന് ഒരു അളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്നിട്ട് ആ അത്രയധികം കാശ്, ഇക്വാലിറ്റിയുടെ കാശ് വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഇല്ലേ നമുക്ക് പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചീപ്പില്ല, നമുക്ക് ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് അടിയിൽ നിന്ന് എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എൻവയറമെന്റൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും ബേസിക്കലി. പക്ഷെ ഇതൊന്നും വേണ്ട. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ടോക്കണൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി. ഇതാണ് നമ്മുടെ പുതിയ ലോകം ബേസിക്കലി. എല്ലാം ടോക്കണൈസ് ചെയ്യാം ബ്ലോക്ക് ചെയിനിലേക്ക്. ചില കാര്യങ്ങളും ടോക്കണൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ, യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ മാനസികമായ കാര്യങ്ങളൊക്കെ നമുക്ക് ടോക്കണൈസ് ചെയ്യാൻ കുറക്കെ. യൂട്ടിലിറ്റി മീൻസ് സൈക്കോളജിക്കൽ യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയിൽ മാത്രം നിൽക്കുന്നതില്ല, മൈൻഡിൽ മാത്രം നിൽക്കുന്ന സാധനം, അതൊക്കെ വേണമെങ്കിൽ ടോക്കണൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെന്തായാലും നമുക്ക് ആവശ്യം വേണ്ടി വരും ബേസിക്കലി. മീൻസ് അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. യൂട്ടിലിറ്റി ഉണ്ട്, നമ്മുടെ ഡയറക്റ്റ് യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. മനസ്സിലായ? മീൻസ് മൈൻഡിൽ ഒതുങ്ങിയ കാര്യങ്ങളല്ല അത്. അതാണ് ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ ന്യൂസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എന്തെങ്കിലുമൊക്കെ വല്ല മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ ഇടും. എനിക്ക് വല്ല തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടും, നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.